വരച്ച അതിർവരമ്പുകളല്ല, മറിച്ച് സൃഷ്ടാവായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വരച്ചതായ അതിർവരമ്പുകളാണ്. ആ അതിർവരമ്പുകൾക്കപ്പുറം മറികടക്കാൻ ഒരു സത്യവിശ്വാസിക്കും അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ സൂറത്തു തക്വീർ എന്ന ഒരു സൂറത്ത്, ആ സൂറത്തിൽ ഈ ലോകം അവസാനിക്കുന്നതിനു മുമ്പ് ജനങ്ങൾ നേരിടുന്ന 3-4 കാഴ്ചകൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, 6 ആയാത്തിൻ ഖബല യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന് മുമ്പ് 6 അടയാളങ്ങളുണ്ട്. ആ 6 അടയാളങ്ങൾ മനുഷ്യർ നേരിൽ കാണുകയാണ്. എല്ലാ അടയാളം ഇപ്പൊ പറയാൻ സമയമില്ല. കൂട്ടത്തിൽ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജനങ്ങളൊക്കെ ബൈനമന്നാസു ഫി അസ്വാഖിഹിം, ജനങ്ങളൊക്കെ ഒരു ദിവസം അങ്ങാടിയിൽ ഇങ്ങനെ സമ്മേളിച്ചിരിക്കുമ്പോ, ജനങ്ങൾക്കൊക്കെ വലിയ താല്പര്യമുള്ള സ്ഥലമാണല്ലോ ഈ അങ്ങാടിയിൽ പോയി കൂടാന്ന് പറഞ്ഞാൽ, അത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിനല്ലെങ്കിലും ഒരു ആവശ്യത്തിനല്ലെങ്കിലും ഒരു ടൈം പാസിന് വേണ്ടിയെങ്കിലും ഒരു നേരം പോക്കിന് വേണ്ടിയെങ്കിലും മനുഷ്യനൊന്ന് അങ്ങാടിയിൽ പോയി വരും. എന്തിനാ പോകണം ചോദിച്ചാൽ അതിനൊരു വ്യക്തമായ ഒരു ലക്ഷ്യമൊന്നും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ വെറുതെ പോവാണ് ഒരു നേരം പോക്കിന് അങ്ങാടിയിൽ പോയി വരും, ഒന്ന് ബജാറിൽ പോയി വരിക, അങ്ങനെയാ പറയാം, ബജാറിൽ പോയി വരിക, അങ്ങാടിയിൽ പോയി വരിക. എന്നാൽ ഒരു സമയം ഒരു കാര്യം സംഭവിക്കുക. അതെന്താണ്? എന്നും കത്തിജ്വലിക്കുന്ന സൂര്യൻ, ആ സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകും. സൂര്യന്റെ വെളിച്ചമില്ലാതെയായി പോകും. സൂര്യന്റെ വെളിച്ചമില്ലാതെയാകും. അതാണ് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, അന്ത്യനാൾ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന പ്രധാനപ്പെട്ട അടയാളം സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെടും. വഇദൻ നജൂമും കദറത്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ശരീകരിച്ചുകൊണ്ട് പറയാണ്, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയുള്ള സമയത്ത് പെട്ടെന്ന് സൂര്യന്റെ വെളിച്ചമില്ലാതെയായി പോകും. സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ നക്ഷത്രങ്ങൾ വെളിവാകാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ കാഴ്ച അന്നത്തെ ജനങ്ങൾ കാണുമ്പോൾ അവർ ഹൈറാനിലായി പോകും, പരിഭ്രാന്തരായി പോകും. എന്താണ് നാം ഈ കാണുന്നത്? അങ്ങാടിയിൽ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് സൂര്യന്റെ വെളിച്ചം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുവരെ കത്തിജ്വലിച്ചിരുന്ന സൂര്യനാണ്, പെട്ടെന്ന് സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. നക്ഷത്രങ്ങൾ ഉദിക്കാൻ തുടങ്ങി. നക്ഷത്രമെങ്കിലും ഉണ്ടല്ലോ എന്ന്. പക്ഷേ ആ നക്ഷത്രത്തെ കണ്ട് ഇവരിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ ഇത് തനാസറത്തിൻ നുജൂമു വതസാഖത്, മേൽഭാഗത്ത് ഉദിച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളില്ലേ, ആ നക്ഷത്രങ്ങളെ താഴോട്ട് ഓരോന്നായി വീഴാൻ തുടങ്ങി.
അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടിരിക്കെ കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമേ, ലോകാവസാനിക്കുമ്പോ, ഈ ലോകത്തിന്റെ അന്ത്യം മുന്നിൽ കാണുമ്പോ അന്നുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളാണ്. സൂര്യന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോയി, നക്ഷത്രങ്ങൾ ഉദിച്ചു. ആ നക്ഷത്രങ്ങൾ ഓരോന്നായി താഴോട്ട് വീഴാൻ തുടങ്ങി. പോരാ, ഇത് ജനങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ ഭൂമിയിലുള്ള പർവ്വതങ്ങളില്ലേ, അന്നേ വരെ ചലിക്കാത്ത പർവ്വതം, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന പർവ്വതം, ആ പർവ്വതങ്ങളെല്ലാം ഒന്ന് അനങ്ങാൻ തുടങ്ങി. പർവ്വതങ്ങൾ പടക്കാൻ തുടങ്ങി. പർവ്വതങ്ങളെല്ലാം കത്താൻ തുടങ്ങി. തീ കൊണ്ട് ആളിക്കത്തുന്നത് പോലെ പർവ്വതങ്ങളെല്ലാം കത്താൻ തുടങ്ങി. ഫസ്വാറത്ത് ഹബാഅം മൻസൂറാ. സുബ്ഹാനല്ലാഹ്, ആ പർവ്വതങ്ങളെല്ലാം പൊടിപടലങ്ങളായി മാറുകയാണ്. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വഇദൽ ജിബാലു സുയ്യിറത്. പർവ്വതങ്ങളൊക്കെ ചലിക്കാൻ തുടങ്ങി. ആ പർവ്വതങ്ങളെല്ലാം പൊടിപടലങ്ങളായി മാറാൻ തുടങ്ങി. സുഹൃത്തുക്കളെ, എന്നിട്ട് ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, വഇദൽ ഇശാറു ഉദ്ദിലത്. അറബികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നായിരുന്നു. അറബികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്നായിരുന്നു. എന്താണ് അറബികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒന്ന്? വഇദൽ ഇശാറു ഉദ്ദിലത്. അറബികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ജീവിയാണ് ഒട്ടകം. ഒട്ടകങ്ങളില്ലാതെ അറബികളുടെ ഒരു പരിപാടിയും ഇല്ല. ഇന്നും ഗൾഫ് നാട്ടിൽ ചെന്നാൽ അവിടെയൊക്കെ അറബികളുടെ ഓരോ പ്രോഗ്രാമിലും ഒട്ടകങ്ങളെ കാണാൻ കഴിയും. ആ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ അറബികൾക്ക് വലിയ താല്പര്യമാണ്. ഒരു അറബിയുടെ കൈവശം കുറെ ഒട്ടകങ്ങൾ ഉണ്ടെങ്കിലോ അയാൾ അവിടുത്തെ വലിയ മുതലാളിയാണ്, വലിയ പണക്കാരനാണ്. എന്നാൽ ഖുർആൻ പറഞ്ഞു, വഇദൽ ഇശാറു. ഇത് കേവലം ഒട്ടകങ്ങളല്ല, ആ ഒട്ടകങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ കുഞ്ഞുങ്ങളുണ്ട്. അഥവാ ഗർഭം ചുമന്നതായ ഒട്ടകങ്ങൾ. പക്ഷേ ഒറ്റ അറബിക്കും ആ ഒട്ടകം ആവശ്യമില്ല. അല്ലെങ്കിൽ ഒട്ടകത്തെ കണ്ടാൽ മാടി വിളിക്കുന്ന അറബികൾ. പക്ഷേ അന്ത്യനാൾ അടുക്കുമ്പോൾ അറബികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെ കുറിച്ച് ചിന്തിക്കാൻ നേരമുള്ളൂ. അവർക്ക് പിന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രിയം വെച്ച് നടന്ന ഒട്ടകം അവർക്ക് ആവശ്യമില്ല. ആ ഒട്ടകത്തെ പോലും കൈവിടുന്ന ഒരു ദിവസം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഇദൽ വുഹൂഷു ഹുശിറത്. മൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം. കേവലം മനുഷ്യനെ മാത്രമല്ല, മൃഗങ്ങളെ പോലും ഒരുമിച്ച് കൂട്ടപ്പെടുകയാണ് റബ്ബിന്റെ കോടതിയിൽ. എന്നിട്ടോ അല്ലാഹു തആല എന്താണ് ചെയ്യുന്നത്? ചില മൃഗങ്ങളോട് മറ്റു ചില മൃഗങ്ങൾക്ക് പ്രതികാരം തീർക്കാനുള്ള സമ്മതം കൊടുക്കുകയാണ്. ഇവിടെ കൊമ്പോടുകൂടെ ജീവിച്ചിരുന്ന മൃഗങ്ങൾ ഉണ്ടായിരുന്നു. ആ മൃഗങ്ങൾ കൊമ്പില്ലാതെ ജീവിച്ച മൃഗങ്ങളെ കുത്തി വേദനിപ്പിച്ചതായിരുന്നു. പരലോകത്ത് അല്ലാഹു തആല ഇവിടെ കുത്തി വേദനിപ്പിക്കപ്പെട്ട മൃഗങ്ങളോട്, കുത്തി വേദനിപ്പിച്ച മൃഗങ്ങളോട് തിരിച്ചങ്ങോട്ട് പ്രതികാരം തീർക്കാൻ അല്ലാഹു തആല ആ മൃഗത്തോട് കൽപ്പിക്കുകയാണ്. ആ പ്രതികാരമെല്ലാം അവിടുന്ന് തീർന്നാലോ
എന്നിട്ട് അല്ലാഹു തആല ഈ മൃഗങ്ങളോട് അല്ലാഹു തആല പറയാണ് കൂനി തുറബാ, നിങ്ങൾ മണ്ണായി പോകൂ. അങ്ങനെ പറയുമ്പോഴേക്ക് മൃഗങ്ങളെല്ലാം ജീവൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഈ സംഭവം രേഖപ്പെടുത്തിയിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് ചോദിക്കുകയാണ്, ഇദാ കാനത് ഹാദിഹി ഹാലഹാ, ഇത് നമ്മുടെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാൽക്കാലി മൃഗങ്ങളുടെ അവസ്ഥകളാണെങ്കിൽ, ആ മൃഗങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള മൃഗത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ വേദനിപ്പിക്കപ്പെട്ട മൃഗത്തോട് വേദനിച്ച മൃഗത്തെ അതിനോട് പ്രതികാരം തീർക്കാൻ അല്ലാഹു തആല ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ, മഹാന്മാര് ചോദിക്കുകയാണ് ഫകൈഫ ബിബനി ആദം, എന്നാൽ സുഹൃത്തുക്കളെ മനുഷ്യന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇവിടെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ശല്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, ആ ആക്രമിച്ച മനുഷ്യനോട്, ആക്രമിക്കപ്പെട്ട മനുഷ്യനോട്, ആക്രമിച്ച മനുഷ്യനോട് പ്രതികാരം തീർക്കാൻ അല്ലാഹു തആല ആവശ്യപ്പെടുമല്ലോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിർവരമ്പുകൾ. പരിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങൾക്ക് മുന്നിൽ ഒരു അതിർവരമ്പ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഒരു ആണും മറികടക്കാൻ പാടില്ല, അതിന്റെ അപ്പുറം ഒരു പെണ്ണും മറികടക്കാൻ പാടില്ല. അതിർവരമ്പിന്റെ ഇപ്പുറമല്ലാതെ അപ്പുറം പാടില്ല. എന്തിനാണ് ഈ വേലി കെട്ടുക? വേലി എന്ന് പറയില്ലേ, എന്റെ നാട്ടിൽ വേലി എന്ന് പറയൂ. ഇവിടെ എന്താന്നാ പറയാന്ന് എനിക്കറിയില്ല. വേലി, ആ വേലി എന്തിനാണ് നിശ്ചയിക്കുന്നത്? ആ വേലിയുടെ അപ്പുറം, നിശ്ചയിക്കപ്പെട്ട വേലിയുടെ അപ്പുറം പുറത്തുള്ളത് കടക്കാൻ പാടില്ല. അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളോ ശല്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. നമ്മൾ എന്തിനാണ് കമ്പൗണ്ട് നിശ്ചയിക്കുന്നത്? കമ്പൗണ്ട് നിശ്ചയിക്കുന്നത് അതാണ്, പരിധിക്കപ്പുറമുള്ളതാണ്. അവിടെ നിങ്ങോട്ട് എല്ലാവർക്കും വരാൻ പറ്റൂല, എല്ലാറ്റിനും കടന്നു വരാൻ പറ്റില്ല. ഇതുപോലെ പരിശുദ്ധ ഇസ്ലാം വേലി നിശ്ചയിച്ചിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാം കമ്പൗണ്ട് നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തെ നഷ്ടപ്പെടുത്തുകയോ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയോ അല്ല, മറിച്ച് മുസ്ലിമേ ദുനിയാവിനപ്പുറം പരലോക വിജയം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്നവനല്ലേ. അങ്ങനെ ആ വിജയം സ്വായത്തമാക്കണമെങ്കിൽ ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാൻ പറ്റൂല. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം ഖുർആനിൽ അല്ലാഹു തആല വീണ്ടും പറയാണ് വഇദൻ നുഫൂസു സുബ്ബിജത്, എന്നാൽ ലോകം അവസാനിക്കുമ്പോൾ ചിലരിനോട് ചേർക്കപ്പെടും. ആ കാലം അവസാനം, ലോകം അവസാനിക്കുന്ന സമയത്ത് ചിലരോട് ചേർക്കപ്പെടും. ഖുർആനിൽ അല്ലാഹു തആല പറയാണ്, എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ധാരാളം വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാര് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാഖ്യാനം, ഇവിടെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആരോട് കൂടെ ബന്ധപ്പെട്ടിരുന്നുവോ അവരോട് ഇവനെ ലോകം അവസാനിക്കുന്ന സമയത്ത് ചേർക്കപ്പെടും കേട്ടോ. യുഖ്റനു സ്വാലിഹു മഅസ് സ്വാലിഹ് വയുഖ്റനുൽ ഫാജിറു മഅൽ ഫാജിർ. സ്വാലിഹായ മനുഷ്യനാണോ എന്നാൽ അവനെ സ്വാലിഹീങ്ങളോട് ചേർക്കപ്പെടും. ഫാജിറാണോ, തെമ്മാടിയാണോ, ദുഷ്ടനാണോ, അവനെ ദുഷ്ടന്മാരോട് ചേർക്കപ്പെടും. ഖുർആനിൽ അല്ലാഹു തആല പറയാ. അതുകൊണ്ടാണ് സ്വാലിഹീങ്ങളെ കൂടെ ചേർക്കപ്പെടാൻ നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. ദുഷ്ടന്മാരെ കൂടെ ചേർക്കപ്പെടും. എപ്പോ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ചെയ്ത് ജീവിച്ചാൽ ദുഷ്ടന്മാരോട് ചേർക്കപ്പെടോ.
അവിടെ തന്നെ നിങ്ങൾ നോക്ക്, ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ യഹൂദു ബിൽ യഹൂദി, യഹൂദികളെ യഹൂദികളോട് ചേർക്കപ്പെടും, വൻ നസാറാ ബിൻ നസാറാ, നസ്വാറാക്കളെ നസ്വാറാക്കളോട് ചേർക്കപ്പെടും, വൽ മജൂസു ബിൽ മജൂസി, മജൂസികളെ മജൂസികളോട് ചേർക്കപ്പെടും. ഇതുപോലെ വൽ മുനാഫിഖൂന ബിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളെ മുനാഫിഖീങ്ങളോട് ചേർക്കപ്പെടും, വൽ മുഅ്മിനൂന ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ മുഅ്മിനീങ്ങളോട് ചേർക്കപ്പെടും. അതാണ് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത്, വഇദൻ നുഫൂസു സുവ്വിജാത്. സുഹൃത്തുക്കളെ, ഇത് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. എല്ലാ പുരുഷന്മാരോടും പറയുന്നു, എല്ലാ സ്ത്രീകളോടും പറയുന്നു, നമുക്ക് ഏറ്റവും നല്ല ഒരു ആശയമുണ്ട്, നമുക്ക് ഏറ്റവും നല്ല ഒരു ആദർശമുണ്ട്. നമ്മുടെ ആശയം ഏതാണ്? അത് പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമാകുന്ന ആശയത്തിന്റെ അപ്പുറം ഒരു ആശയം നമുക്ക് വേറെയില്ല. ഇസ്ലാമാണ് ആശയം. ഇസ്ലാമിൽ ആഘോഷങ്ങളുണ്ട്, അത് അല്ലാഹു തആല സംവിധാനിച്ച ആഘോഷങ്ങളാണ്. ആ ആഘോഷത്തിനപ്പുറം ഒരാഘോഷം മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. ഇസ്ലാം അനുവദിച്ച ആഘോഷങ്ങളല്ലാതെ ഒരാഘോഷം മുസ്ലിമീങ്ങൾക്ക് പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ ചില സ്ത്രീകൾ ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, എന്താന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുക. ആ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ ഈ മൂർത്തി എന്ന് അറിയില്ലേ, മൂർത്തി എന്ന് പറഞ്ഞാൽ ആ മൂർത്തിനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പർദ്ദ ധരിച്ച ചില സ്ത്രീകൾ പോയിട്ട് ഈ മൂർത്തിനെ പിന്നിലാക്കി ഇങ്ങനെ സെൽഫി എടുക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു, എവിടെയെങ്കിലും ഒരു സർക്കസ് കാണുമ്പോഴേക്ക് സ്ത്രീകൾ അവിടെ പോയി, എവിടെയെങ്കിലും ഒരു ഉത്സവം കാണുമ്പോഴേക്ക് ഒരു ജനറേറ്ററിന്റെ ഒച്ച കണ്ടാൽ മതി, കേട്ടോ, ജനറേറ്ററിന്റെ ഒച്ച കേട്ട് അവിടെ കുറെ ലൈറ്റ് കണ്ടാൽ എന്നാ പിന്നെ അവിടെ ബറക്കത്തിന് 1-2 പർദ്ദ ധരിച്ച സ്ത്രീകളുണ്ടാവും. അതിപ്പോ ഇസ്ലാം അംഗീകരിക്കുന്നതാണോ ഇല്ലേ? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കളിയാക്കിട്ട് പറഞ്ഞാണ്, അല്ലാതെ യഥാർത്ഥത്തിൽ ബറക്കത്തിന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അങ്ങനെയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അദാബിനെ കുറിച്ച് രുചിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? അദാബ് രുചിയാ, അത് ആസ്വാദന അല്ല, അത് കപടന്മാരെ അല്ലാഹു തആല അങ്ങനെ അവരെ കളിയാക്കി. എന്ന പോലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്തരത്തിലുള്ള ഉത്സവത്തിന് പോയാൽ അത് ബറക്കത്ത് കരുതിയിട്ട് പറയൊന്നുമല്ല. അതേ സമയത്ത് മുസ്ലിം സ്ത്രീകൾക്ക് പോകാൻ പറ്റിയ സ്ഥലമുണ്ട്, മുസ്ലിം സ്ത്രീകൾക്ക് പോകാൻ പറ്റാത്ത സ്ഥലവുമുണ്ട്. ഇതുപോലെ ക്രിസ്തുമസ് വരുമ്പോ ക്രിസ്ത്യാനികൾ ക്രിസ്തുമസ് വരുമ്പോൾ തലയിൽ ഒരു പ്രത്യേകമായ ഒരു കോലത്തിലുള്ള തൊപ്പിയിട്ട് നടക്കും. എന്നാൽ അത് മുസ്ലിം തലയിൽ വെച്ചിട്ട് നടക്കുന്ന സ്വഭാവം നല്ലതല്ല. ഇതുപോലെ ക്രിസ്തുമസ് സമയത്ത് ക്രിസ്ത്യാനികളുടെ വീട്ടിന്റെ മുന്നിൽ അതാ സ്റ്റാർ, ഇങ്ങനെ സ്റ്റാറിന്റെ ചിത്രത്തിൽ വരച്ചു വെച്ചത് കാണാൻ കഴിയും. അത് കണ്ട് മുസ്ലിമിന്റെ വീട്ടിന്റെ മുന്നിൽ അത് കാണാൻ പാടില്ല. എന്തേ കാരണം? അത് കേവലം ഒരു സ്റ്റാറിന്റെ ചിത്രമല്ല, അത് കേവലം ഒരു തൊപ്പിയല്ല, മറിച്ച് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിന്റെ ആചാരത്തിന്റെ പേരിൽ അവരെ കാട്ടിക്കൂട്ടുന്നതാണ് അതെല്ലാം. അത് അവരുടെ മതത്തിന്റെ വീക്ഷണത്തിൽ അത് പുണ്യകർമ്മമായിരിക്കും എന്ന് കരുതിയിട്ട് മുസ്ലിമീങ്ങളായ നമ്മളോ, നിങ്ങൾക്ക് ചിലപ്പോൾ കച്ചവട ബന്ധമുണ്ടായേക്കാം, ചിലപ്പോൾ കൂട്ടുകെട്ട് ബന്ധമുണ്ടായേക്കാം, സ്നേഹബന്ധമുണ്ടായേക്കാം. അതിന്റെ പേരിൽ ഒരിക്കൽ പോലും മതത്തിന്റെ ആശയം ഉമ്മമാരെ വലിച്ചെറിയാൻ പാടുള്ളതല്ല. പുരുഷന്മാരെ മതത്തിന്റെ നിയമങ്ങളുണ്ടല്ലോ, അത് കാറ്റിൽ പറത്താൻ പാടുള്ളതല്ല. ഇവിടെ നിങ്ങള് ജൂതന്മാരുടെ സംസ്കാരം അനുസരിച്ച് ജീവിച്ചാലോ നിങ്ങളതാ ജൂതന്മാരായി മരിക്കൂ.
ക്രിസ്ത്യാനികളുടെ സംസ്കാരം സ്വീകരിച്ചാലോ ക്രിസ്ത്യാനികളായി മരിക്കും. അവരെ കൂടെയാണ് ചേർക്കപ്പെടുന്നത്. അതല്ലേ പറഞ്ഞത് അൽ യഹൂദു ബിൽ യഹൂദി വന്നസ്വാറാ ബിൻ നസ്വാറാ. യഹൂദികളെ യഹൂദികളോട് ചേർക്കപ്പെടും, നസ്വാറാക്കളെ നസ്വാറാക്കളോട് ചേർക്കപ്പെടും, ബഹുദൈവ വിശ്വാസികളെ ബഹുദൈവ വിശ്വാസികളോട് ചേർക്കപ്പെടും. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇസ്ലാം സ്വീകരിച്ചത്? പിന്നെ നിങ്ങൾ എന്തിനാണ് മുസ്ലിമായത്? എന്തിന് നിങ്ങൾ തലയിൽ തട്ടമിട്ട് നടക്കുന്നു? എന്തിന് നിങ്ങൾ പർദ്ദ ധരിച്ച് നടക്കുന്നു? എന്തിന് നിങ്ങൾ നിസ്കരിക്കുന്നു? എന്തിന് നിസ്കരിക്കുമ്പോൾ തല മറക്കുന്നു? ഒരിക്കലും പാടില്ല സുഹൃത്തുക്കളെ. പരിശുദ്ധ ഇസ്ലാമിന്റെ ആചാരം ആ നിയമങ്ങളെ ഒരിക്കലും കാറ്റിൽ പറത്താൻ പാടുള്ളതല്ല.